ഉപ്പക്ക് ഇപ്പോൾ കഴുത്തിൽ ട്യൂബ് ഇട്ടിട്ടാണ് തൽക്കാലം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കഴുത്തിലെ ട്യൂബിലൂടെ ഒരു 14-15 ഡേയ്സ് മാക്സിമം ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ചെസ്റ്റിന്റെ ഭാഗത്ത് പെർമനന്റ് കത്തീറ്റർ ഇടാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇന്ന് ഡയാലിസിസ് ഇല്ലാത്തൊരു ദിവസമാണ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി നേരെ പോയത് BVT ചെയ്ത കൈ ഡ്രസ്സിങ് ചെയ്യാനായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ കത്തീറ്റർ ഇടാൻ വേണ്ടി പ്രൊസീജിയർ റൂമിലേക്ക് പോയി. അകത്തിപ്പനെ ബെഡിൽ കയറ്റി കിടത്തി ഞാൻ അത് പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഏകദേശം ഒരു 1/2-3 മണിക്കൂർ എടുക്കും കത്തീറ്റർ ഇടുന്ന പ്രൊസീജിയർ കഴിയാൻ. ഉപ്പനകത്തേക്ക് കയറ്റുന്നതിന് മുമ്പായി അകത്തുള്ള സ്റ്റാഫ് ഒരു 2-3 പേപ്പേഴ്സ് വായിച്ചു നോക്കി സൈൻ ചെയ്യാൻ തന്നിരുന്നു. ഞാൻ അതൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു. ഏകദേശം ഒരു 1/2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ കത്തീറ്റർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കഴുത്തിലിട്ട ട്യൂബും റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കത്തീറ്റർ ഇട്ട ഭാഗം എക്സ്റേ എടുത്ത് ഡയാലിസിസ് യൂണിറ്റിൽ ഇട്ടത് ഓക്കെ ആണോ നോക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കാണ്ട് അങ്ങനെ നേരെ എക്സ്റേ റൂമിലേക്ക് പോയി. എക്സ്റേ എടുക്കാൻ തന്നെ ഇപ്പൊക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു എഴുന്നേറ്റ് നിൽക്കാനൊക്കെ. ഏകദേശം കുറച്ച് ദിവസം മുമ്പാണ് BVT ചെയ്തത്. അതിനുശേഷമാണ് ഈ ഒരു കത്തീറ്റർ ഇടുന്നത്. ഷർട്ടൊക്കെ ഇടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ഒരു ബെഡ്ഷീറ്റ് ഇട്ടിട്ടാണ് എക്സ്റേ റൂമിലേക്ക് കൊണ്ടുവന്നത്. ഉപ്പനെ കറക്റ്റ് പൊസിഷനിൽ നിർത്തി ഞാൻ പുറത്തിറങ്ങി. എക്സ്റേന്റെ ബില്ലും അതുപോലെ നേരത്തെ കത്തീറ്റർ ഇട്ടതിന്റെ പ്രൊസീജിയർ ബില്ലും പേ ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ ആ 2 ബില്ലും പേ ചെയ്ത് വന്നപ്പോഴേക്കും എക്സ്റേ റെഡി ആയിട്ടുണ്ട്. ഉപ്പ അകത്തേക്ക് കയറുന്ന സമയത്ത് ചെരുപ്പ് അയച്ചു വെച്ചിട്ടാണ് കയറിയത്. ഉപ്പക്ക് കാലിൽ ചെരുപ്പ് ഇടുന്നതും അതുപോലെ ചെരുപ്പ് ഊരി പോകുന്നതൊന്നും പെട്ടെന്ന് അറിയാൻ പറ്റില്ല. കാരണം കാലിലെ വെയിനിൽ കംപ്ലീറ്റ് ഡയബറ്റിക് ബാധിച്ചിട്ട് കാലിൽ തൊടുന്നതൊന്നും അറിയാൻ പറ്റില്ല. അങ്ങനെ അതിനുശേഷം ഇപ്പൊ ഒരു ചായ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നെഫ്രോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ഒരു ബുക്കിംഗ് എടുക്കാണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ബുക്കിംഗ് എടുത്ത് അത് കഴിഞ്ഞ് ഡയാലിസിസ് യൂണിറ്റിൽ എക്സ്റേ കാണിച്ചു കൊടുക്കാൻ പോയി. അങ്ങനെ അവരത് ചെക്ക് ചെയ്ത് ഡോക്ടർക്ക് അയച്ചു കൊടുത്ത് ഓക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് കത്തീറ്ററിന്റെ ട്യൂബിങ്സും അതുപോലെ മെഡിസിൻസ് ഒക്കെ പ്രൊസീജിയർ റൂമിൽ റീപ്ലേസ് ചെയ്യാൻ വാങ്ങിച്ചു കൊടുക്കാണ്ടായിരുന്നു. ഞാൻ IP ഫാർമസി പോയി അതിന്റെ ബില്ലും പേ ചെയ്ത് ആ ഒരു മെഡിസിനും പ്രൊസീജിയർ റൂമിൽ കൊണ്ടുകൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ നെഫ്രോ ഡോക്ടറെ കാണിക്കാനുണ്ട്. BVT ചെയ്തതിന് ശേഷം ഇപ്പൊക്കെ നല്ല ക്ഷീണമുണ്ട്. BVT ചെയ്യുന്ന സമയത്തും ചെയ്തതിന് ശേഷമൊക്കെ നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. മിക്കവാറും HB കുറവുണ്ടാവും. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. ബാക്കി നാളെ.